അപ്പോൾ ഗുഡ് ഈവനിങ്. ഞങ്ങളുള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി. ഞങ്ങളുള്ളത് CRPFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് വരുന്ന വഴികളിലും മനസ്സിലായി മേളിലോട്ടുള്ള റോഡ് വീണ്ടും അടച്ചു എന്ന്. എന്തായാലും വന്നപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു ഇനി മേളിലോട്ട് പോകുന്നില്ല എന്ന്. എന്തായാലും ഒരു K2K എന്നുള്ള ഒരു എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നു നിഷിക്കും ഉമയ്ക്കും. അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ കംപ്ലീറ്റ് ആക്കി. K2K കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഞങ്ങളുടെ ലഡാക്ക് വീണ്ടും പെൻഡിങ്ങിലായി. പക്ഷെ അതിന് വിഷമമൊന്നുമില്ല, സ്വപ്നമായിരുന്നു. ഓരോ നിഷി ഓരോ വളവെത്തുമ്പോഴത്തേക്കും മഞ്ഞുമലകൾ അല്ലേ, തണുപ്പ് ഇപ്പൊ വരും എന്നൊക്കെ കാത്തിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ഒരുമിച്ച് വന്നത് ഗോവ. അതായിരിക്കും നിഷിയുടെ ലോങ്. നമ്മൾ 3 പേരുമായിട്ടുള്ളത് എന്ന് പറയാൻ അല്ല, ശരിയാണ്. ഞാൻ കന്യാകുമാരി അല്ല, ശരിയാണ്. ഞാൻ ഉമ്മയായിട്ടുള്ള ലോങ് ട്രിപ്പ് ഫസ്റ്റ് ആണ്. നിഷിയായിട്ട് ഞാൻ ഓൾറെഡി ഗോവയിൽ വന്നു കഴിഞ്ഞത്. ഏകദേശം ഷൈനിക്ക് ഒരു ധാരണയുണ്ട്. 7 ദിവസം 8 ദിവസം നിഷി കൂടെ ഉണ്ടായിരുന്നു. 10 ദിവസം ഉണ്ടായിരുന്നു. 10 ദിവസം. പക്ഷെ ഞാനുമായിട്ട് ഫസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ജിംഗിളിങ് കാണിക്കാണ്. പക്ഷെ ഞാനുമായിട്ട് ആദ്യമായതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ? ഞാനുമായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് ഞാൻ തന്നെ പറയേണ്ടി വരും. ആദ്യമേ ഞങ്ങൾ റൈഡ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പരസ്പരം നമ്മളൊരു ധാരണയുണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും, ഇനി എന്തൊക്കെ വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായാലും, അല്ലെങ്കിൽ എന്തൊക്കെ സന്തോഷം ഉണ്ടായാലും, അതെല്ലാ ദിവസവും നമ്മൾ തന്നെ അത് റിവ്യൂ ചെയ്യണമെന്നുള്ളത്. ആ റിവ്യൂവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് ഇവർ പറഞ്ഞു തരും എന്തായിരുന്നു ആ റിവ്യൂ എന്നുള്ളത്. ഞങ്ങളുടെ റൈഡ് ഇതുവരെ സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയ നിമിഷമുണ്ടോ? ഇല്ല. ഉണ്ട്. എന്തുവാ? ഉണ്ട്, നമുക്ക് പറയാം. ഉണ്ട്. ഞങ്ങൾ 4 മണിക്ക് എണീറ്റിട്ട് 5:30 വരെ റെഡി ആവുന്ന ഒരു കുറ്റമാണോ? കാണുന്നവരടുത്ത് മുഴുവനും ഞങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരിയല്ല. ഷൈന് രാത്രി തന്നെ മേല് കഴുകി ഡ്രസ് ചെയ്ത് ബ്രഷ് ചെയ്ത് വേണമെങ്കിൽ രാവിലെ ഒന്നും കൂടെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പേസ്റ്റും ബ്രഷും മാത്രം എടുത്ത് അതെടുത്ത് ടാങ്ക് ബാഗിൽ വെച്ചാൽ മതിയേ. പക്ഷെ എനിക്കങ്ങനെ പറ്റൂല. ഞാൻ ശരിക്കും ഡൽഹി വേറെ ഒരു സോർട്ട് ഓഫ് 10 ദിവസത്തെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം. ബാക്കിയുള്ളത് ഞാൻ റൈഡിനുള്ളത് ഞാൻ കൊറിയർ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഷൈനി എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് ആദ്യത്തെ അറ്റാക്ക് ഷൈനിയുടെ നിന്ന് കിട്ടുന്നത്. ഷൈനിയോട് പറഞ്ഞു, ഷൈനി നമ്മൾ എത്ര റൈഡിങ് ഗിയർ എടുക്കണം എന്ന് ചോദിച്ചു.